സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ പ്രഥമസ്കന്ധത്തിൽ 19-ാം അധ്യായം അല്ലെങ്കിൽ പ്രഥമസ്കന്ധത്തിലെ അവസാന അധ്യായത്തിലെ കഥയാണ് നാം കേൾക്കാൻ പോകുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് കാട്ടിൽ നായാട്ടിന് പോയതും ആ കാട്ടിൽ ധ്യാനനിഷ്ഠനായി തൻ്റെ പർണശാലയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്നതായ ശമീക മഹർഷിയോട് വിശന്നു വലഞ്ഞതായ പരീക്ഷിത്ത് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണവും കിട്ടുമോ എന്നന്വേഷിച്ച് അവിടുന്ന് വേണ്ട പരിഗണന കിട്ടാത്തതായിട്ടുള്ള പരീക്ഷത്തിന് കലശലായിട്ടുള്ള കോപം വരുന്നതും തന്നെ ആ മഹർഷിവര്യൻ അപമാനിച്ചു എന്നുള്ള തോന്നലുണ്ടായതും അതിൻ്റെ അനന്തരഫലം എന്ന നിലയ്ക്ക് ഒരു ചത്ത പാമ്പിനെ എടുത്ത് ആ പരീക്ഷിത്ത് രാജാവ് ശമീക മഹർഷിയുടെ കഴുത്തിൽ ഒരു മാലയായി ഇടുന്നതും ആ വിവരമറിഞ്ഞതായ മുനികുമാരൻ ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാനിടവരട്ടെ എന്ന അതികഠിനമായ ഒരു ശാപം നൽകിയതുമായ കഥ നാം കണ്ടു. വാസ്തവത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് മനഃപൂർവമായിരുന്നില്ല ഈ ചെയ്തത്. കാരണം വളരെ ധാർമ്മികനായിട്ടുള്ള ഒരാളായിരുന്നു പരീക്ഷിത്ത്. എങ്കിലും അതികഠിനമായിട്ടുള്ള വിശപ്പും ദാഹവും അദ്ദേഹത്തെ ബാധിച്ചു. ഒപ്പം തൻ്റെ ഉള്ളിൽ കിടന്നിരുന്നതായ ആ ഒരു ദേഹാഭിമാനം അദ്ദേഹത്തെ ബാധിച്ചു. അതുകൊണ്ടാണല്ലോ എല്ലാ സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാലും തന്നെ പൂജിക്കണം, മറ്റുള്ളവർ ആരാധിക്കണം, ബഹുമാനിക്കണം എന്നുള്ള തോന്നൽ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് കാട്ടിൽ ചെന്ന സമയത്ത് തന്നെ ഒരു മഹർഷിവര്യൻ അല്ലെങ്കിൽ ഒരു ഋഷി ബഹുമാനിച്ചില്ല എന്ന് കണ്ട സമയത്ത് അദ്ദേഹത്തിന് ക്രോധം വരാനും ആ ക്രോധം തൻ്റെ തന്നെ നാശത്തിനും കാരണമായി തീർന്നു. അല്ലെങ്കിൽ അതാണല്ലോ ഈ ശാപത്തിന് കാരണമായത്. അകാലത്തിൽ പ്രായോപവേശം ചെയ്യേണ്ടി വന്നത്, അതിനിടവരുത്തിയത് ഈ ക്രോധമാണ്. ഇവിടെ വലിയൊരു പാഠം നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വേദവ്യാസ മഹർഷി പരോക്ഷമായി കാണിച്ചു തരുന്നു. നമുക്കൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ളതായ എടുത്തുചാട്ടം അല്ലെങ്കിൽ ദേഷ്യം വരാറുണ്ട്. 2 കാരണങ്ങൾ ഇവിടെ കാണിക്കുന്നു. ഒന്ന്, നമ്മൾ വളരും തോറും, വളരുക എന്ന് പറഞ്ഞത് ശാരീരിക വളർച്ചയല്ല, മറിച്ച് ജീവിതത്തിൽ ഉയർച്ചയിലെത്തും തോറും നമ്മളിൽ വിനയമാണ് ഉണ്ടാകേണ്ടത് എന്ന ഒരു വലിയ പാഠം നമുക്ക് കാണിച്ചു തരുന്നു. ഇന്നും പല ആളുകളും പലതരത്തിൽ മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നതും അല്ലെങ്കിൽ തന്നെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ അലോസരപ്പെടുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നാം കാണാറുണ്ട്. നമ്മൾ എത്ര ഉയർന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതെല്ലാം പദവികളാണെങ്കിലും മറ്റുള്ളവർ നമ്മളെ ആദരിക്കുക, ബഹുമാനിക്കുക തുടങ്ങിയവ അത് ചെയ്യുന്നവരുടെ ഒരു ഔദാര്യം കൂടിയാണ് എന്ന് നാം കണക്കാക്കേണ്ടതാണ്. നമ്മുടെ അവകാശമല്ല നാം ചെല്ലുന്നിടത്ത് മുഴുവൻ നമ്മളെ ബഹുമാനിക്കുക എന്നുള്ളത്.
അങ്ങനെ ബഹുമാനം കിട്ടുക എന്നുള്ളത് അത് തരുന്നവരുടെ ഒരു മനസ്സിൻ്റെ നന്മയാണ് എന്നുള്ള ഒരു ഭാവം നമുക്കുണ്ടാവേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഒരാൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവരോടും അതേപോലെയോ അതിലും കൂടുതലോ തിരിച്ച് ബഹുമാനം നൽകാനും നാം ബാധ്യസ്ഥരാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല. അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔദ്ധത്യത്തിലേക്ക് പ്രവേശിക്കാറാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. പരീക്ഷിത്ത് എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് ആദരവും ബഹുമാനവും കിട്ടി. ഒരു സ്ഥലത്ത് അത് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി, തന്നെ അപമാനിച്ചു എന്നുള്ള തോന്നലുണ്ടായി. ഇതാണല്ലോ ഇതിനെല്ലാം ഹേതുവായിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ അത് വളരെ വലിയ ഒരു പാഠമാണ്. ഇപ്പം നമ്മളും ഇന്നും ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കാണാം. ഈ അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരൊക്കെ പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഭക്ഷണം സെർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വയം എടുത്ത് കഴിക്കുന്നത് വളരെ സാധാരണ വ്യക്തിയെപ്പോലെ പെരുമാറുന്നത് നമ്മൾ കാണാറുണ്ട്. അത് വലിയൊരു തിരിച്ചറിവ് കൂടിയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ അത് സങ്കല്പിക്കാൻ സാധിക്കില്ല പലപ്പോഴും. കാരണം ഞാൻ വലിയ ഒരാളായി മാറി എന്നുള്ള ആ ഒരു ഭാവം അതൊരു നല്ല ഗുണമല്ല എന്നുള്ളത് ഇവിടെ പരീക്ഷത്തിലൂടെ കാണിക്കുന്നു. നമ്മൾ ഏറ്റവും ഒരു വിനയാന്വിതനായി, വിനയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കുക. താഴ്മതാൻ അഭ്യുന്നതി എന്ന് കവി പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് ഓർക്കാവുന്നതാണ്. കാരണം പരീക്ഷത്തിൻ്റെ ആ ഒരു കോപമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത്. ഇതുപോലെ പലപ്പോഴും അനാവശ്യമായ ക്രോധങ്ങളും മറ്റു കാര്യങ്ങളും ഇന്നും പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നാം കാണാറുണ്ട്. ആത്മനിയന്ത്രണം എന്നുള്ളത് നാം നേടിയെടുക്കേണ്ട വലിയൊരു ഗുണമാണ് എന്ന് വേദവ്യാസ മഹർഷി നമുക്ക് പരോക്ഷമായിട്ട് കാണിച്ചു തരുന്നു. അപ്പം അങ്ങനെ, കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മാറ്റാനുള്ളതായ സന്ദർഭം ഉണ്ടാകണമെന്നില്ല. അതാണല്ലോ പരീക്ഷത്തിന് സംഭവിച്ചത്. അദ്ദേഹം ആ മഹർഷിയുടെ കഴുത്തിൽ ചെത്തപാമ്പിനെ ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ സേവകരെ കണ്ടുമുട്ടി കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലേക്ക് ചെന്ന് അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടാകുന്നുണ്ട്, കുറ്റബോധമുണ്ടാകുന്നുണ്ട്. പക്ഷേ ചെയ്ത പ്രവൃത്തി മാറ്റാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ജീവിതം എന്നുള്ളത് നമുക്ക് തിരിച്ച് മാറ്റിയെടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് വിവേകപൂർവമായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളത് കൂടി അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. കൊട്ടാരത്തിലെത്തി. പക്ഷെ രാജാവിൻ്റെ മനസ്സ് വല്ലാതെ കലുഷിതമായിരുന്നു. അഥവാ കുറ്റബോധം കൊണ്ട് വലിയൊരു നീറ്റൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. താൻ വലിയൊരു അപരാധം ചെയ്തോ എന്ന ഒരു തോന്നൽ അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അതിന് കാരണം അദ്ദേഹം അറിവുള്ള ആളാണ്. ശാരീരികമായിട്ടുള്ള ക്ഷീണവും ക്ലേശങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടാകുന്നു. പലപ്പോഴും ഈ മഹർഷീശ്വരന്മാരിങ്ങനെ ധ്യാനത്തിലൊക്കെ മുഴുകുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ മഹർഷി യഥാർത്ഥത്തിലുള്ള ഒരു ധ്യാനത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ താൻ ചെയ്തത് വലിയൊരു അപരാധമായി തീർന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം
തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന്, തൻ്റെ രാജ്യത്തേക്ക് വന്ന് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ദ്രോഹിക്കുകയോ ചെയ്തിട്ടല്ല. മറിച്ച് അദ്ദേഹം ആർക്കും ശല്യമില്ലാതെ ഏകാന്തത്തിലൊരു കാട്ടിൽ ഒരു പർണശാലയുണ്ടാക്കി അവിടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെതായ അനുഷ്ഠാനം ചെയ്യുന്ന ആ സ്ഥലത്ത് പോയി പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ അപമാനിച്ചു പോന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ധ്യാനത്തിലോ സമാധിയിലോ ആയിരുന്നു എങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച വലിയൊരു തെറ്റായിരിക്കാം എന്ന ആ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശമീക മഹർഷി പറഞ്ഞയച്ചതായിട്ടുള്ള ആ ശിഷ്യൻ കൊട്ടാരത്തിലെത്തുന്നത്. മുനികുമാരനായതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുത്തേക്ക് രാജാവിനെ മുഖം കാണിക്കാനാണ് എന്ന് പറഞ്ഞ സമയത്ത് അനുവാദം കിട്ടി. അങ്ങനെ രാജാവ് ചെയ്ത പ്രവൃത്തിക്ക് പരിണതഫലം എന്തായിരിക്കും എന്നുള്ള ആശങ്ക കൂടിയിരിക്കുമ്പോഴാണ് ഈ മുനികുമാരൻ രാജാവിനെ മുഖം കാണിക്കാൻ വരുന്നത്. പറഞ്ഞു, രാജാവേ, ഞാൻ ശമീക മഹർഷി പറഞ്ഞയച്ചിട്ട് വരുന്നതാണ്. അതിനുശേഷം പറഞ്ഞു, അങ്ങ് നായാട്ടിന് പോയ സമയത്ത് വലിയൊരു അപരാധമാണ് അങ്ങിന്ന് ചെയ്തത്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ തൻ്റെ ഈശ്വരഭജനാദി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതായ രാജാവേ, അങ്ങ് കാട്ടിൽ നായാട്ടിന് പോയ സമയത്ത് ധ്യാനനിഷ്ഠനായിരുന്ന മഹാതപസ്വിയായ ശമീക മഹർഷിയുടെ കഴുത്തിലാണ് അങ്ങ് ചത്ത പാമ്പിനെയിട്ട് ആ മഹർഷി ശ്രേഷ്ഠനെ അപമാനിച്ചത്. വളരെ തപശക്തി ഉള്ളവനാണെങ്കിൽ കൂടി തന്നെ അപമാനിച്ചത് അല്ലെങ്കിൽ തൻ്റെ നേരെ ചെയ്ത ആ അന്യായം ആ മഹർഷി ക്ഷമിച്ചു, അതിനെ സഹിച്ചു. പക്ഷേ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ പുത്രനായ മുനികുമാരനായ ശൃംഗി അങ്ങയെ ശപിച്ചിരിക്കുന്നു. ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ്റെ കടിയേറ്റ് അങ്ങ് മരിക്കും എന്നുള്ളതാണ് ആ ശാപം. അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും പരിഹാരം അതിന് കണ്ടെത്തിക്കൊള്ളൂ എന്ന് അറിയിച്ച് ആ ഗൗരമുഖൻ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. തനിക്ക് ഇത്രയും വലിയ ഒരു ശാപം കിട്ടി എന്നറിഞ്ഞതായിട്ടുള്ള രാജാവിന് മനസ്സിലൊരു ആശ്വാസമാണ് ഉണ്ടായത്. കാരണം താൻ ചെയ്തതായ ആ തെറ്റിന് ശിക്ഷ കിട്ടി എന്നുള്ളതായ ഒരു സംതൃപ്തി, കുറ്റബോധം കൊണ്ട് നീറി മരിക്കേണ്ട അവസ്ഥ ഇല്ലല്ലോ എന്നതായ ഒരു സമാധാനം അദ്ദേഹത്തിന് കിട്ടി. മാത്രമല്ല, വിവേകിയായ ആ രാജാവ് 7-ാം ദിവസം തക്ഷകനിലൂടെ സംഭവിക്കാൻ പോകുന്ന മരണവിവരമറിഞ്ഞത് വൈരാഗ്യത്തിന് കാരണമായി തീരും എന്നതിനാലും പരീക്ഷിത്ത് സന്തോഷിച്ചു. കാരണം രാജ്യമോ രാജകീയ സുഖങ്ങളോ അല്ല, അല്ലെങ്കിൽ സ്വർഗാദി ലോകങ്ങളോ ഇതൊന്നുമല്ല, ഈശ്വരപ്രാപ്തിയാണ് തൻ്റെ പരമലക്ഷ്യമെന്ന് മുൻകൂട്ടി തന്നെ വിചാരം ചെയ്ത് ബോധിക്കാൻ പരീക്ഷത്തിന് സാധിച്ചിരുന്നു. അതിന് തടസ്സമാണ് രാജ്യത്തിലും സ്വർഗാദി ലോകങ്ങളിലുമുള്ള ആ ആഗ്രഹം. മാത്രമല്ല, എത്ര വലിയ സ്വർഗാദി അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വരേണ്ടതാണ്, അല്ലെങ്കിൽ ഈ സംസാരത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും എന്ന് ശാസ്ത്രഗ്രാഹിയായ രാജാവ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് അതൊരാശ്വാസത്തിന് ഹേതുവായി തീർന്നത്. അങ്ങനെ അദ്ദേഹം വിരക്തനായി ലൗകികങ്ങളും വൈദികങ്ങളുമായ 2 വിധത്തിലുള്ള കർമ്മങ്ങളും ഉപേക്ഷിച്ചു. മാനസികമായി സർവസംഗ പരിത്യാഗം ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സർവാത്മന ആശ്രയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗംഗാതീരത്ത് ചെന്ന് പ്രായോപവേശം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഭഗവാന്റെ പാദതീർത്ഥമാണ് ഗംഗാനദി. ആ ഗംഗാനദി
ഈ ലോകത്തെയും സ്വർഗത്തെയും ഒക്കെ പവിത്രമാക്കി തീർക്കുന്നതാണ്. മരണമെടുത്ത ഏതൊരു വിവേകിയാണ് ആ സാക്ഷാൽ ഭഗവത്പതിയായിരിക്കുന്ന ഗംഗയെ ആശ്രയിക്കാതിരിക്കുക? ഇങ്ങനെ നിശ്ചയിച്ചതായിട്ടുള്ള പാണ്ഡവ പൗത്രനായിട്ടുള്ള പരീക്ഷിത്ത് ഗംഗാതീരത്ത് എത്തുന്നു. അങ്ങനെ പ്രായോപവേശം അനുഷ്ഠിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിന് തയ്യാറായി. പ്രായോപവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനിച്ച സമയം മുതൽ മരണം വരെ ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്രതമാണ് പ്രായോപവേശം. ഇന്നും ജൈന സന്യാസിമാരും മറ്റുമൊക്കെ പലരും ഈ പ്രായോപവേശം അനുഷ്ഠിക്കാറുണ്ട്. പരമഭക്തനായ പരീക്ഷത്തിൻ്റെ പ്രായോപവേശം അറിഞ്ഞ് ആ വിവരമറിഞ്ഞ മഹാനുഭാവന്മാരായിട്ടുള്ള അനേകം മഹർഷിമാർ ശിഷ്യന്മാരോടൊന്നിച്ച് ഗംഗാതീരത്തേക്ക് വന്നു ചേർന്നു. ഒരു തീർത്ഥയാത്രയ്ക്ക് എന്ന ഭാവത്തിൽ തീർത്ഥങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി തിരിയുന്നവരായ മഹാശ്രേഷ്ഠന്മാരായ ഋഷിമാരാണ് വന്നു ചേർന്നത്. അത്രി, വസിഷ്ഠൻ, ശവനൻ, ശരദ്വാൻ, അരിഷ്ടനേമി, അങ്കിരസ്, പരാശരൻ, വിശ്വാമിത്രൻ, പരശുരാമൻ, ദേവലൻ, ആർട്ടിഷേണൻ, ഭാരദ്വാജൻ, വ്യാസൻ, നാരദൻ, ഇങ്ങനെ പ്രധാനപ്പെട്ടവരും അതുപോലെ മറ്റ് അസംഖ്യം ദേവർഷിമാർ, ബ്രഹ്മർഷിമാർ, രാജർഷിമാർ, ഇവരൊക്കെ ആ പരീക്ഷത്തിനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ആ ഗംഗാതീരത്തേക്ക് വന്നു. വന്നവരെയൊക്കെ ദണ്ഡനമസ്കാരം ചെയ്ത് പൂജിച്ചു സ്വീകരിച്ചു. അവരെല്ലാം അവിടെ പരീക്ഷത്തിന് അഭിമുഖമായിട്ടിരിക്കുകയാണ്. ഇരുന്നവരെ തൊഴുകയോടുകൂടിയിട്ട് വിനയത്തോടെ പരീക്ഷിത്ത് അവരോട് പറയുന്നു, മഹാത്മാക്കളായ ഋഷികളെ, നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി തീർന്ന ഞാൻ ധന്യനായി. എന്നെപ്പോലെ നീചകർമ്മം ചെയ്യുന്ന രാജാക്കന്മാരെ സജ്ജനങ്ങൾ ദൂരത്ത് ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ എന്നെ അങ്ങനെ കൈയൊഴിയാതെ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നു ചേർന്നതോടെ ഞാൻ ഭാഗ്യവാനാണ് എന്ന് തീർച്ചയായി. ഗൃഹത്തിലും രാജ്യകാര്യങ്ങളിലും മാത്രം മുഴുകിക്കഴിയുന്ന എനിക്ക് വൈരാഗ്യമുണ്ടാകാൻ വേണ്ടിയാണ് ഈ ബ്രാഹ്മണ ശാപം വന്നുപെട്ടിട്ടുള്ളത്. അത് ഭഗവാന്റെ ഒരു കാരുണ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഗംഗാദേവിയും ബ്രാഹ്മണശ്രേഷ്ഠരായ നിങ്ങളും ഞാൻ ഭഗവാനെ ആശ്രയിച്ചവനാണ് എന്ന് സദയം ബോധിക്കണം. ബ്രാഹ്മണ ശാപപ്രേരണയാൽ വഞ്ചകനായ തക്ഷകൻ എന്നെ കടിച്ചുകൊള്ളട്ടെ. നിങ്ങൾ ഭഗവത് കഥകൾ കീർത്തിച്ചു തന്ന് എന്നെ ശുദ്ധനാക്കി തീർത്താലും എനിക്കിനി ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ജന്മജന്മാന്തരങ്ങളിലും എനിക്ക് ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവണം. ഭഗവത് ഭക്തന്മാരോടുള്ള സത്സംഗം സാധിക്കണം. എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപത്തിൽ കണ്ട് സ്നേഹിക്കാറായിത്തീരണം. അതിന് നിങ്ങൾ എന്നെ സദയം അനുഗ്രഹിക്കണം. എല്ലാ മുനിമാരെയും ഞാനിതാ നമസ്കരിക്കുന്നു. ഇങ്ങനെ തീരുമാനിച്ചുറച്ചതായിട്ടുള്ള പരീക്ഷത്ത് അവരോട് പറഞ്ഞ് തൻ്റെ ഔദ്യോഗിക ചുമതലകളൊക്കെ നേരത്തെ തൻ്റെ പുത്രനായിട്ടുള്ള ജനമേജയൻ തുടങ്ങിയ ആളുകളെയൊക്കെ ഏൽപ്പിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഗംഗയുടെ തെക്കേ കരയിൽ കിഴക്കോട്ട് തലയാക്കി ദർഭ വിരിച്ച് അതിൽ വടക്കോട്ട് തിരിഞ്ഞ് ഗംഗാദേവിക്ക് അഭിമുഖമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പ്രായോപവേശം ചെയ്ത് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ആകാശത്ത് ദേവവാദ്യങ്ങളൊക്കെ മുഴങ്ങി. അവിടെ വന്നു ചേർന്നവരായ മഹർഷിമാർ പരീക്ഷത്തിൻ്റെ തീരുമാനത്തെ ശ്ലാഘിച്ചു. ജനങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വഭാവത്തോടുകൂടി അവർ പറഞ്ഞു, രാജർഷിവര്യനായിട്ടുള്ള ഹേ പരീക്ഷിത്തെ, ശ്രീകൃഷ്ണനെ സർവാത്മന ആശ്രയിച്ചവനും പാണ്ഡവവംശത്തിൽ പിറന്നവനുമായിട്ടുള്ള അങ്ങയുടെ ഈ തീരുമാനം അഭിനന്ദനീയം തന്നെയാണ്. ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്ത വിവരമറിഞ്ഞ ആ നിമിഷത്തിൽ പാണ്ഡവർ രാജസിംഹാസനത്തെ ഉപേക്ഷിച്ച് ഭഗവത് പ്രാപ്തിക്കായിട്ട് കാട്ടിലേക്ക് പോയില്ലേ? അവരുടെ പൗത്രനല്ലേ അങ്ങ്? അതിനാൽ അങ്ങേക്ക് ബ്രാഹ്മണശാപ വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങനെ വൈരാഗ്യമുണ്ടായതിലും ഭഗവത് പ്രാപ്തിയിൽ ദൃഢമായ
പരമഭക്തനായിട്ടുള്ള ഈ രാജാവ് ഇന്നേക്ക് 7-ാം ദിവസം ശരീരം ഉപേക്ഷിച്ച് പരമപദം പ്രാപിച്ച് മുക്തനായിത്തീരും. അതുവരെ നമുക്ക് ഈ ഗംഗാതീരത്ത് തന്നെ ഇരിക്കാം. അങ്ങനെ മഹർഷിമാർ പറഞ്ഞ ആ വാക്കുകൾ മാധുര്യമൂർന്നവയും ഒപ്പം ഗൗരവം കലർന്നവയും നിഷ്കപടവുമായ വാക്കുകളായിരുന്നു. അത് കേട്ട് സന്തോഷിച്ച് അവരെ വണങ്ങിക്കൊണ്ട് പരീക്ഷിത്ത് ഭഗവത് കഥകളെ കേൾക്കാനുള്ള ആഗ്രഹത്തോടെ പറഞ്ഞു, ഹേ മഹർഷിമാരെ, ബ്രഹ്മലോകത്ത് വേദങ്ങൾ സ്വരൂപം സ്വീകരിച്ച് സഞ്ചരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ വേദജ്ഞാനം സ്വരൂപം സ്വീകരിച്ചവരാണ് മഹർഷിമാരായ നിങ്ങളെല്ലാവരും. മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്ന ഒരു സ്വഭാവമല്ലാതെ നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ഒന്നും നേടേണ്ടതായിട്ടില്ല എന്നും എനിക്കറിയാം. എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ മരണാസന്നനായ ആൾ സർവാത്മന അനുഷ്ഠിക്കേണ്ടതുമായിട്ടുള്ള ആ ഒരു കൃത്യം എന്താണ് എന്ന് നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനമെടുത്ത് എനിക്ക് പറഞ്ഞു തരാൻ ദയവുണ്ടാകണം എന്ന് പറയുന്നു. പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് മഹർഷിമാർ കൃത്യമായൊരു ഉത്തരം പറയാൻ സാധിക്കാതെ പലരും പല അഭിപ്രായമാണ് പറഞ്ഞത്. യോഗാനുഷ്ഠാനം, ജപം, ധ്യാനം, പ്രാണായാമം, ഇങ്ങനെ ഓരോരുത്തരും ശാസ്ത്രത്തിൽ പല വിധാനങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ആ മഹർഷിമാരെല്ലാവരും ഒരു ഏക ഉത്തരത്തിലെത്താൻ പ്രയാസപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ സമയത്താണ് വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി യാദൃശ്ചികമായിട്ട് അവിടെ വന്നു ചേരുന്നത്. യാതൊന്നിലും താല്പര്യമില്ലാത്തവനും സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ലക്ഷണങ്ങളോടുകൂടിയവനും ആത്മലാഭം കൊണ്ട് സന്തുഷ്ടനും എപ്പോഴും ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നവനുമായിരുന്നു അദ്ദേഹം. 16 വയസ്സ് പ്രായമാണ് അദ്ദേഹത്തിന്. സുന്ദരങ്ങളായ ശരീരാവയവങ്ങൾ, നീണ്ടു സുന്ദരങ്ങളായിട്ടുള്ള കണ്ണുകൾ, വളഞ്ഞ പുരികക്കൊടികൾ, ഭംഗിയുള്ള മുഖം, ശംഖുപോലെ അഴകുള്ള കഴുത്ത്, വിസ്തീർണമായ മാറിടം, ഒതുങ്ങിയ അരക്കെട്ട്, ശരീരാഭിമാനമില്ലാത്തതിനാൽ വസ്ത്രങ്ങൾ ധരിക്കാതെ ദിഗംബരനായി സഞ്ചരിക്കുന്നവൻ, മുട്ടുവരെ നീണ്ടുകിടക്കുന്ന കൈകൾ, അവധൂത വേഷം, അഴിഞ്ഞു പാറിപ്പറന്ന് കിടക്കുന്ന ചുരുണ്ട തലമുടി, ശ്യാമളവർണ്ണം, ആകർഷകമായ പുഞ്ചിരി. ഈ വേഷം കണ്ട് ഭ്രാന്തനോ എന്ന് സംശയിച്ച് കുറേ സ്ത്രീകളും കുട്ടികളും പരിഹസിച്ചുകൊണ്ട് പിന്നാലെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ അവിടെ എത്തിച്ചേർന്ന ശ്രീശുക ബ്രഹ്മർഷിയെ ലക്ഷണങ്ങളെ കൊണ്ട് തിരിച്ചറിഞ്ഞ മഹർഷിമാർ എഴുന്നേറ്റ് ബഹുമാനിച്ചു. അപ്പോൾ മഹർഷിമാരൊക്കെ ഈ ശ്രീശുക മഹർഷിയെ എഴുന്നേറ്റ് ബഹുമാനിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് കണ്ട സമയത്ത് ആ കുട്ടികളും മറ്റുള്ളവരുമൊക്കെ ഒരു ഭയപ്പാടോടുകൂടി വേഗം തിരിച്ചുപോയി. തൻ്റെ സമീപത്തേക്ക് വന്നുകൊണ്ടിരുന്ന അതിഥിയായിട്ടുള്ള ശ്രീശുക മഹർഷിയെ പരീക്ഷിത്ത് നമസ്കരിച്ചു, സ്വാഗതം പറഞ്ഞ് സ്വീകരിച്ചു. രാജാവ് പോലും നമസ്കരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓടിപ്പോയതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും പോയതിനു ശേഷം പരീക്ഷിത്ത് നൽകിയ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പീഠത്തിൽ ശ്രീശുക മഹർഷി ഇരുന്നു. ബ്രഹ്മർഷിമാരും ദേവർഷിമാരും രാജർഷിമാരും ഒക്കെ അദ്ദേഹത്തെ ചുറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ 4 ഭാഗത്തും ഉണ്ട്. അങ്ങനെ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രനെ പോലെയായിരുന്നു ആ സഭയിൽ ശ്രീശുക മഹർഷി ശോഭിച്ചത്. ജ്ഞാനത്തിൻ്റെ ദൃഢത കൊണ്ട് മനോവൃത്തികളൊക്കെ അടങ്ങി ശാന്തനായിരിക്കുന്ന ശ്രീശുക മഹർഷിയെ പരമഭക്തനായിട്ടുള്ള പരീക്ഷത്ത് ദണ്ഡനമസ്കാരം ചെയ്ത് തൊഴുതുകൊണ്ട് വിനയപൂർവം അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ ബ്രഹ്മർഷി, കാരുണ്യത്തോടെ അങ്ങ് അതിഥിയായി വന്ന് അനുഗ്രഹിച്ചതിനാൽ ഞാൻ സജ്ജനങ്ങൾക്ക് സ്വീകാര്യനായി ഭവിച്ചിരിക്കുന്നു. അങ്ങയെ സ്മരിച്ചാൽ തന്നെ ഗൃഹസ്ഥ ജീവിതം ശുദ്ധമായി തീരും. ആ സ്ഥിതിക്ക് അങ്ങയെ കാണാനും പാദസ്പർശം ചെയ്യാനും കാൽ കഴുകിക്കാനും പാദതീർത്ഥം ശിരസിൽ ധരിക്കാനും പീഠം തന്ന് സൽക്കരിക്കാനും കഴിഞ്ഞ ഞാൻ പരിശുദ്ധനായി തീർന്നു എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? മഹായോഗിയായിട്ടുള്ള അവിടുത്തെ സാന്നിധ്യം മാത്രം കൊണ്ട് തന്നെ എൻ്റെ എത്ര വലിയ പാപവും നശിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പാണ്ഡവന്മാർക്ക് പ്രിയപ്പെട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നോട് സന്തോഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സഞ്ചരിക്കുന്നവനും ആത്മാനുഭൂതി കൊണ്ട് സിദ്ധനും ഉദാരനുമായിട്ടുള്ള അങ്ങയുടെ ദർശനം മരണമെടുത്തവനായ എനിക്ക് എങ്ങനെ ലഭിക്കാനാണ്? അതിനാൽ
ജന്മസാഫല്യം സാധിച്ചവനും യോഗികളുടെ പരമഗുരുവുമായിട്ടുള്ള അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, മരിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? മരണമടുത്തവർ കേൾക്കേണ്ടതും ജപിക്കേണ്ടതും സ്മരിക്കേണ്ടതും ഭജിക്കേണ്ടതും ആരെയാണ്? അങ്ങ് ഗൃഹസ്ഥരുടെയൊക്കെ ഗൃഹങ്ങളിൽ ഒരു പശുവിനെ കറക്കുന്നതിനെടുക്കുന്ന അല്പനേരം മാത്രമേ നിൽക്കാറുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഒന്നിച്ചു ചോദിക്കുന്നത്. ഇങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് മൃദുവായ വാക്കുകളോടെ ചോദിച്ചപ്പോൾ ധർമ്മത്തെ അറിയുന്നവനായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി അതിന് മറുപടി പറയാൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം പൂർണ്ണമാകുന്നത്. ഈ പ്രഥമസ്കന്ധത്തിലൂടെ ഒന്നാമതായി കാണിക്കുന്നു, ഈ ലോകജീവിതം എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ളതാണ്. കാരണം ഇവിടെ ജനിച്ചു വന്ന നാം എല്ലാം ഈ ലോകത്ത് ഒരു അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്, അല്പകാലത്തേക്ക് മാത്രം. ആ അല്പകാലത്തേക്ക് വന്നതായിട്ടുള്ള ഈ ജീവിതം കൊണ്ട് എന്താണോ തന്നിൽ അർപ്പിതമായിരിക്കുന്ന കാര്യം അത് ഭംഗിയായി നിർവഹിച്ച് സന്തോഷത്തോടുകൂടി ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോകാനാണ് പരിശ്രമിക്കേണ്ടത്. നമ്മളെല്ലാവരും ഈ ലോകത്ത് ഭഗവാനാൽ അയക്കപ്പെട്ട ഭഗവാന്റെ സേവകരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണോ വലിയൊരു കമ്പനിയിൽ പല ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, ആ ഒരു കമ്പനി നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവർക്ക് വിധിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നന്നായി ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അവിടെ മാനേജർ ഉണ്ടാവും, അവിടുത്തെ തൊഴിലാളികളുണ്ടാകും, അവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവിടെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്ന, അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളുണ്ടാവും, ക്ലീനിങ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇതെല്ലാം ആ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് അനിവാര്യമായിട്ടുള്ളതാണ്. ഇതിലേതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഭംഗം വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം അലങ്കോലമായിത്തീരും, താറുമാറായിത്തീരും. അവിടെ മാനേജരും ആവശ്യമാണ്, അക്കൗണ്ടൻറ്റും ആവശ്യമാണ്, അവിടുത്തെ വർക്കേഴ്സ് ആവശ്യമാണ്, അവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ ആവശ്യമാണ്, ആ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി, ഗേറ്റ് അടയ്ക്കാനും തുറക്കാനുമുള്ള സെക്യൂരിറ്റികൾ ആവശ്യമാണ്, അവിടെയുള്ള ജോലിക്കാർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ടുള്ള ക്യാൻറ്റീനിലെ പ്രവർത്തകർ ആവശ്യമാണ്. ഇവരെല്ലാവരും അവരവരുടെ സ്ഥാനത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇത് തന്നെയാണ് വാസ്തവത്തിൽ ഈ വർണ്ണവ്യവസ്ഥയിലൂടെ കാണിക്കുന്നത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നുള്ള വിഭാഗങ്ങളിലൂടെ ഭഗവാനും ഈ വിഭജനം തന്നെയാണ്. കാരണം സമൂഹമാകുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ പ്രവർത്തനത്തിന് സമൂഹത്തിൽ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ, അറിവുള്ളവരും ആവശ്യമാണ്, അറിവ് പകർന്നു കൊടുക്കുന്ന ആളുകളും ആവശ്യമാണ്, ഇതിനെ സംരക്ഷിക്കുന്ന ക്ഷത്രിയരായിട്ടുള്ള ആളുകളും ആവശ്യമാണ്. വ്യവസായാദി കാര്യങ്ങൾ, കൃഷി, ഗോരക്ഷ, വാണിജ്യം, കൃഷി ചെയ്യുന്നവരും വാണിജ്യം ചെയ്യുന്നവരും പശുപരിപാലനം ചെയ്യുന്നവരുമായിട്ടുള്ള ആളുകൾ വൈശ്യരാവശ്യമാണ്. ഇവർക്കൊക്കെ സേവനം ചെയ്യാൻ ശൂദ്രനും ആവശ്യമാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അസിസ്റ്റൻറ്റുകൾ ആവശ്യമുണ്ട്. വൈശ്യനൊറ്റയ്ക്ക് ഗോശാല നടത്താൻ സാധിക്കില്ല, വ്യാപാരം ചെയ്യാൻ സാധിക്കില്ല, കൃഷി ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായികളാണ് ശൂദ്രവിഭാഗം എന്ന് പറയുന്നത്. എല്ലായിടത്തും സേവനം ചെയ്യുക, ആ സേവനത്തിന് അവർക്ക് വേണ്ടതായിട്ടുള്ള പ്രതിഫലം, അവരെ സംരക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്കും ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനം പോലെയാണ് ഈ ലോകം മുഴുവൻ. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. അപ്പം നമ്മളും ആ ലോകമാകുന്നതായിട്ടുള്ള ഈ വ്യവസ്ഥയിലെ ഓരോ ആളുകളാണ്. എന്താണോ നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന കടമ അത് ഭംഗിയായി നിർവഹിക്കുക. സ്വേ സ്വേ കർമ്മണി അഭിരത സംസിദ്ധിം ലഭതേ നര എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അവരവരുടെ പ്രവൃത്തി എന്താണോ, തന്നിൽ നിയോഗിക്കപ്പെട്ട പ്രവൃത്തി എന്താണോ അത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തി തന്നെ ഈശ്വര പൂജയാണ്,
അതുകൊണ്ട് തന്നെ നമുക്ക് പരമപദത്തെ പ്രാപിക്കാം എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നതുകൊണ്ടാണ്. കാരണം ഈ ലോകവ്യവസ്ഥയിൽ, സാമൂഹിക വ്യവസ്ഥിതിയിൽ പോലീസുകാരനും ഡോക്ടറും എഞ്ചിനീയറും പട്ടാളക്കാരനും മന്ത്രിമാരും എല്ലാം ആവശ്യമാണ്. അധ്യാപകരാവശ്യമാണ്. പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരാവശ്യമാണ്. ഇതെല്ലാവരും അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുമ്പോൾ മാത്രമേ ഈ ലോകവ്യവസ്ഥിതി സുഗമമായി നടക്കൂ. ഇതിലേതെങ്കിലുമൊക്കെ ഭംഗം വരുന്ന സമയത്ത് സമൂഹ വ്യവസ്ഥിതിക്ക് തന്നെ, ഈ ലോക ജീവിതം തന്നെ താറുമാറാകാൻ ഇടയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൽ വന്ന നമ്മൾ ഓരോരുത്തരും എന്താണോ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള പ്രവൃത്തി, ആ പ്രവൃത്തി ഭംഗിയായി ചെയ്യുക. നമ്മുടെ ജീവിതം സന്തോഷമായി ജീവിക്കാൻ പരിശ്രമിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും താളവും കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഉദ്ധരേത് ആത്മന ആത്മാനം എന്ന് ഗീതയിൽ ഭഗവാൻ നിർദ്ദേശിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ജീവിതത്തിൻ്റെതായ ആ ഒരു താളം നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചാൽ, ഈ താളം വീണ്ടെടുക്കുന്നതിനാണ് ഒരു ആധ്യാത്മികമായ ജ്ഞാനം നമുക്കുണ്ടാകണമെന്ന് പറയുന്നത്. ഈ ജീവിതം എന്നുള്ളത് എന്താണ്, എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ആത്മീയമായ അറിവിലൂടെ നേടുന്നത്. അത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു ഡ്രൈവിംഗ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഏത് തിരക്കുള്ളതായ റോഡിലൂടെയും ഓടിക്കാൻ സാധിക്കും. പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാത്ത ഒരാൾ വാഹനമെടുത്ത് റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ തനിക്കും മറ്റുള്ളവർക്കും അപകടമുണ്ടാകും. ഇതുപോലെ തന്നെയാണ് ഈ ജീവിതം. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ ജീവിതത്തിലെ ജീവിതക്രമത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം ആസ്വാദ്യകരമായി തീരും. തനിക്കും ഒപ്പം മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നതായിരിക്കും ആ ജീവിതം. എന്നാൽ ആ ജീവിതക്രമത്തെ നമുക്ക് അറിയാൻ, മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളും കലഹങ്ങളും, അതോടുകൂടി നമ്മുടെയും കുടുംബത്തിൻ്റെയും സമാജത്തിൻ്റെയും അസ്ഥിരതയ്ക്കും അല്ലെങ്കിൽ അശാന്തിക്കും കാരണമായി തീരുന്നത്. അപ്പം അതുകൊണ്ട് ഈ ജീവിതം സന്തോഷകരമായി, എത്ര കാലമാണ് നമുക്ക് ആയുസ്സുള്ളതെന്ന് ആർക്കും അറിയില്ല. ഉള്ള കാലം സന്തോഷമായി അവനവൻ്റെ ജീവിതം ആസ്വദിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക, കഴിയാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതാണ് ദുര്യോധൻ്റെയൊക്കെ കഥയിലൂടെ കാണിക്കുന്നത്. ഈ രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി അന്യായമായും അധാർമികമായും ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയതായിട്ടുള്ള ദുര്യോധന അവസാനം ആ മരുഭൂമിയിൽ യുദ്ധക്കളത്തിൽ അനാഥനായിട്ട് കിടക്കേണ്ടി വരുന്നു. ആരും ഉണ്ടായിരുന്നില്ല കൂടെ. ഇതുപോലെ നമ്മളും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് എന്ന് നാം ധരിക്കുക. ഒപ്പം നമ്മളെ വിട്ടുപിരിയാത്തതായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് ഈശ്വരൻ മാത്രമാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ജീവിതത്തിൽ സത്സംഗം എന്നുള്ളത്, നല്ല ആളുകളുമായിട്ടുള്ള സമ്പർക്കം എന്നുള്ളത് കഴിയാവുന്നതും സ്വീകരിക്കുക. കാരണം ഈ സത്സംഗം എന്നുള്ളത് നമ്മുടെ മനസ്സിനെ കഴുകി ശുദ്ധമാക്കുന്നതിനുള്ള ഒരേ ഒരു വഴിയാണ്. മനസ്സിനെ ശാന്തമാക്കുന്നതിന്, മനസ്സിനെ ശുദ്ധമാക്കുന്നതിന്, മനസ്സിന് സുഖം നൽകുന്നതിന് സത്സംഗം പോലെ, സദ്ഗ്രന്ഥ പാരായണങ്ങളെപ്പോലെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ സത്സംഗം കഴിയാവുന്ന രീതിയിൽ, കാരണം സത്സംഗം കഴിയാവുന്ന രീതിയിൽ ശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്ത് സാധാരണ നമ്മളൊക്കെ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ തിരക്കുകളുള്ളവരാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തെ പരിപാലിക്കാൻ നമ്മുടെ ജോലിയാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, കുടുംബകാര്യങ്ങളാകട്ടെ, ഇങ്ങനെ പലവിധ തിരക്കുകളാൽ വ്യാപൃതരാണ് എല്ലാവരും. അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്ത്
ഇടയ്ക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. കാരണം ലോകമെന്നുള്ളത് പലപ്പോഴും നമുക്ക് ടെൻഷനുകളും ആശങ്കകളും ഒക്കെ നൽകുന്നതാണ്. ലോകവ്യവഹാരം അങ്ങനെയാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഈ ലോകമെന്നുള്ളത് തന്നെ ദുഃഖാലയം അശാശ്വതം എന്നുള്ളതാണ്, ദുഃഖത്തിൻ്റെ കേന്ദ്രമാണ്. ഇപ്പോൾ ലോകവ്യവഹാരങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരിക്കും, അസ്വസ്ഥതകളുണ്ടായിരിക്കും, ആശങ്കകളുണ്ടായിരിക്കും. ഇതൊക്കെ ഏതൊരു മനുഷ്യനും ബാധിക്കുന്നതാണ്. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ നേടേണ്ടത്. ആ ഓവർകം ചെയ്യാനുള്ളതായ മാനസിക ശക്തി നമുക്ക് ഉണ്ടാകാനുള്ള വഴിയാണ് ഈ സത്സംഗങ്ങളിലൂടെ, ഭക്തി അനുഷ്ഠാനങ്ങളിലൂടെ ഉണ്ടാകുന്നത്. അങ്ങനെ നാം ഒരു ആധ്യാത്മികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു കരുത്ത് നേടാനും ആ മനസ്സിൻ്റെ ശക്തിയിലൂടെ നമുക്കൊരു പുതിയ ഊർജം സ്വീകരിക്കാനും ഓരോ ദിവസവും ഉന്മേഷമായി ആശങ്കകളില്ലാതെ, കാരണം സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ താൻ എന്തിന് ആശങ്കപ്പെടണം എന്നുള്ളതായ ഒരു ഉറച്ച ബോധ്യം ഭക്തനായിട്ടുള്ള ഒരാളുടെ മനസ്സിൽ വരും. ആ ഒരു ധൈര്യം മനസ്സിന് വന്നു കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളെയും അഭിമുഖീകരിക്കാനും അതിനെ അതിജീവിക്കുന്നതിനുമുള്ള ഒരു ആത്മബലം നമുക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരും. ജീവിതത്തിൽ ഈ ഒരു മാനസിക കരുത്ത് അല്ലെങ്കിൽ ആത്മബലം എന്നുള്ളത് ഓരോരുത്തർക്കും വളരെ അനിവാര്യമാണ്. കാരണം ജീവിത പ്രതിസന്ധികളെ നാം മറികടക്കണമെന്നുണ്ടെങ്കിൽ ഈ ആത്മബലം വളരെ അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പല കഥകളിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നു. കുന്തിദേവിയുടെ ആ സ്തുതിയാകട്ടെ, ഭീഷ്മ പിതാമഹൻ്റെ, വീരയോദ്ധാവായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ്റെ കഥയാകട്ടെ, ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ഒരു കാഴ്ച, അത് നമുക്ക് ഉൾക്കൊള്ളാനും ജീവിതത്തെ ശരിയായിട്ട് വിലയിരുത്താനും നല്ല വഴിക്ക് തിരിച്ചുവിടാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ഹരി ഓം തത്സത്. ഹരി ഓം.